പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നന്ദിയുള്ളവരാകാം ഈ ഒരു നിമിഷത്തെ ഓർത്ത്. സ്വർഗം നമുക്ക് തുറന്നു തന്ന നിമിഷങ്ങളിൽ ആ ഒരു സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് ഏതൊരു മനുഷ്യരും തൻ്റെ ജീവിതത്തിൽ എന്നും തിരിച്ചറിയുന്ന ഈ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാനയിലൂടെ തമ്പുരാൻ സ്വാഗതം ചെയ്യുമ്പോൾ ആ ഒരു സ്നേഹത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും തമ്പുരാൻ്റെ സ്നേഹത്തിലേക്കും സഹിഷ്ണുതയിലേക്കും നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുമ്പോഴും തിരിച്ചറിയേണ്ടത് എത്രത്തോളം അവിടുന്ന് നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്നതാണ്. എത്രത്തോളം ആ ഒരു കരുണ നമുക്ക് ഓരോരുത്തർക്കും പകർന്നു തന്നു എന്ന് നമുക്കറിയാം. തൻ്റെ ജീവിതത്തിലൂടെ ആ ഒരു ദൈവകാരുണ്യത്തെ രുചിച്ചറിഞ്ഞ ഓരോ നിമിഷവും കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളിലേക്കും ഈ കരുണ എത്രത്തോളം പ്രചരിപ്പിക്കാവോ അത്രത്തോളം പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ പരിശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷേ സ്വത്രയാഗ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ പറ്റി മഹത്വപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ തന്നെ അനുഗ്രഹിച്ച ആ ഒരു ദൈവത്തെ മറ്റുള്ളവരോട് രുചിച്ചറിയുവരെന്ന് പറയുമ്പോൾ, അതിന് തൊട്ടുമുമ്പ് നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധമ്മ തൻ്റെ ജീവിതത്തിൽ ആ ഒരു മംഗളവാർത്ത സ്വീകരിച്ചിട്ട് ഇനി മുമ്പോട്ട് എന്ത് എന്നുള്ളൊരു ഭയത്തോടു കൂടി ആയിരിക്കുന്ന നിമിഷത്തിൽ തിടുക്കത്തിലൊരു യാത്ര പുറപ്പെടുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ രക്ഷകൻ തൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരാൻ പോകുന്നു എന്നുള്ളൊരു സദ്വാർത്തയ്ക്ക് അപ്പുറത്തോട്ട് ശരീരം കൊണ്ട് ബലഹീയായിരുന്നെങ്കിൽ പോലും പരിശുദ്ധ അമ്മ തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിൻ്റെ വീട്ടിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്ന് ലൂക്കാസ് സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ലോകമാസകമനമുള്ള എല്ലാ ശുശ്രൂഷകരോടും അല്ലെങ്കിൽ വൈദ്യരംഗത്ത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇഹലോകവാസം പിടിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ അവർ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളൊരു വചനമായിരുന്നു ഇത്. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. സ്നേഹമുള്ളവരെ, ശരീരം കൊണ്ട് പലപ്പോഴും ബലഹീനരാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്ന അവസരങ്ങൾ കടന്നു വരുമ്പോഴും ഒരിക്കൽ പോലും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒരു കണിക പോലും പുറകോട്ട് പോകരുതെന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് ആവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷേ നമ്മുടെ ഭവനങ്ങളിലും നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ഉയർത്തുമ്പോഴും എപ്പോഴും തിരിച്ചറിയേണ്ടത് എത്രത്തോളമായിരുന്നു പരിശുദ്ധ അമ്മ തമ്പുരാനെ സ്നേഹിച്ചത്. ആ ഒരു സ്നേഹം കുരിശിൽ പോലും അവസാനിക്കത്തില്ല. ആ ഒരു കാലവരിക്ക് ശേഷവും പരിശുദ്ധ അമ്മ ആ ഒരു സ്നേഹം അതുപോലെ തന്നെ തുടരുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അവിടുത്തെ സ്നേഹം അനന്തമാണ്. അതൊരിക്കൽ പോലും അസ്തമിക്കുന്നില്ല എന്ന് നമ്മളോട് പ്രവാചകൻ പറഞ്ഞു വെക്കുമ്പോഴും പിന്നീട് അങ്ങോട്ട് മനുഷ്യബന്ധങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളൊക്കെ ആരെങ്കിലൊക്കെ സ്നേഹിക്കുമെന്നുള്ള ബോധത്തിൽ ജീവിച്ചു മുന്നേറുമ്പോഴും തമ്പുരാൻ ഉറപ്പ് തരുന്നുണ്ട്. മനുഷ്യബന്ധങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം എന്ന് വിചാരിക്കുന്ന ബന്ധങ്ങൾക്കാളും എത്രയോ വലുതാണ് ദൈവസ്നേഹം. അതുകൊണ്ട് തന്നെയാണ് ജെറമ്യാ പ്രവാചകൻ തൻ്റെ വിളിയിലൂടെ ലോകത്തിലുള്ള ഓരോരുത്തരോട് പറയുന്നത്, പെറ്റമ്മ മറന്നാലും ദൈവം നിന്നെ മറക്കുകയില്ല. കാരണം തൻ്റെ ജീവിതത്തിലൂടെ അത്രത്തോളം വേദനയിലും സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ ഒരു ദൈവവിളി സ്വീകരിച്ച് ദൈവസ്നേഹത്തെ രുചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ജെറമ്യാ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ എത്രത്തോളമായിരിക്കും ആ ഒരു സ്നേഹം, എത്രത്തോളമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ഭാഗത്തിൽ പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു ഇത് പറയുമ്പോൾ ഒരിക്കൽ പോലും ആരാലും തള്ളിവിട്ടതൊന്നുമല്ല. അതിലുപരി പരിശുദ്ധ അമ്മയുടെ തന്നെ തീരുമാനമായിട്ട് അത് മാറുന്നുണ്ട്. എത്രത്തോളം ഒരാളെ
ചേർത്ത് പിടിക്കാൻ പറ്റുമോ? അത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തളർച്ചയുണ്ടായിരുന്നെങ്കിൽ പോലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നിന്നും ചേർത്ത് പിടിക്കുന്നതിൽ നിന്നും ഞാൻ ഒരിക്കലും പുറകോട്ട് പോകില്ല എന്ന് അമ്മ നമുക്കൊരു വാഗ്ദാനം തരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും തമ്പുരാനിലേക്ക് ചേർക്കപ്പെടുന്ന ഓരോ നിമിഷവും തിരിച്ചറിയേണ്ടത് ആ ഒരു അമ്മയുടെ ജീവിത മാതൃകയാണ്. അവർ ബത്ലഹേം തൊട്ട് ആ ഒരു കാലിത്തൊഴുത്ത് തൊട്ട് കാലിത്തൊഴുത്ത് വരെ തൻ്റെ ജീവിതത്തിലെ കാൽവരി അംഗം വരെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഒരു നിമിഷം പോലും മാറാതെ ആ സ്നേഹത്തിൻ്റെ കൂടെ എപ്പോഴും പ്രയാണം നടത്തുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തുമ്പോഴും അപമാനിതയാകുമ്പോഴും വേദനിക്കുമ്പോഴും പരിശുദ്ധ അമ്മ അതൊന്നും മനസ്സിലാക്കാതെ, അതൊന്നും തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാതെ ആ കാനായിലെ കല്യാണ വിരുന്നിൽ പറഞ്ഞതുപോലെ അവരെന്താണോ നിങ്ങളോട് പറയുന്നത് അത് ചെയ്യുവേ. പലപ്പോഴും ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത, പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കാത്ത ആൾക്കാർ പലപ്പോഴും പരിശുദ്ധ അമ്മയെ കുറ്റം പറയുന്ന ഒരു ഭാഗമാണ് കാനായിലെ കല്യാണം വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ വളരെ ഭംഗിയായിട്ട് ഒരു കല്യാണ വിരുന്ന് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. അതിലുപരി ഒരു കുടുംബത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും അംഗങ്ങളായിട്ടുള്ളൊരു കുടുംബം പോലെ ആ ഒരു കുടുംബത്തിലും ഒരു വിവാഹ വിരുന്ന് നടക്കുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഒരുമിക്കുന്നിടത്ത് ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയേക്കാം എന്നുള്ളൊരവസ്ഥയിലാണ് പരിശുദ്ധ അമ്മ അവരുടെ കുറവിനെ തിരിച്ചറിയുന്നത്. ആ ഒരു കുറവിലെ പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുമ്പോൾ, തമ്പുരാനോട് കരുണ കാണിക്കണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ ആ ഒരു അപേക്ഷയ്ക്ക് മറുപടി കിട്ടുന്നത് പലപ്പോഴും ആൾക്കാർ ചോദ്യം ചെയ്യാറുണ്ട്. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. ഒരുപക്ഷെ പരിഭാഷയിൽ തെറ്റുവന്നതുകൊണ്ടൊന്നുമല്ല, അതിലുപരി ദേവകുമാരൻ്റെ രാജ്ഞി എന്നുള്ള വാക്ക് അത് വളരെ ഭംഗിയായിട്ട് അതിവിടെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ട്. അത് പരിശുദ്ധ അമ്മ ഒരു കുറവ് കണ്ടുപിടിച്ചെങ്കിൽ ആ കുറവ് ഒരിക്കൽ പോലും അവരെ അപമാനിക്കാനല്ല, അതിലുപരി മറ്റുള്ളവരാൽ അവർ അപമാനിതരാകാൻ വേണ്ടിയിട്ടാണ്. ഒരു അപമാനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ പരിശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും നമ്മളായിരിക്കുമ്പോൾ അപമാനിതനാകുന്ന പല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. സമ്പത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പലപ്പോഴും ഒന്ന് താഴ്ന്നു പോകുന്ന അവസരങ്ങൾ നമ്മുടെ കുടുംബത്തെയും ബാധിച്ചേക്കാം. പക്ഷേ തിരിച്ചറിയേണ്ടത് എത്രത്തോളം എൻ്റെ കുറവിനെ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിനോട് കൊടുക്കാൻ എനിക്ക് പറ്റുന്നു എന്നുള്ള കാര്യമാണ്. ഒരു നിമിഷം നമുക്ക് നന്ദിയുള്ളവരായിട്ട് മാറാം. എത്രത്തോളം എൻ്റെ ജീവിതം തമ്പുരാൻ്റെ കൈകളിലേക്ക് കൊടുത്തു എന്നതിനപ്പുറത്തോട്ട് എത്രത്തോളം എന്നെ ഇപ്പോഴും തമ്പുരാൻ അനുഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാം. ഈ തൂവെള്ള സ്ത്രീകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ സമർപ്പിക്കുമ്പോൾ, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ ഇരു അമ്മയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിലെ അവസാനം പരിശുദ്ധ അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും ഫലമേൽപ്പിച്ചു തരുമ്പോൾ, അതിലുപരി സുവിശേഷം വളരെ ഭംഗിയായിട്ട് പറയുന്നത് ഇതാ നിന്റെ അമ്മ എന്നാണ്. പരിശുദ്ധ അമ്മയെ തന്നെയേറെ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരും കൈകളിലേക്കാണ് പരിശുദ്ധ അമ്മയെ തരുന്നത്. നമ്മുടെ അമ്മയായിട്ട് ആ ഒരു വാഗ്ദാനം പൂർത്തീകരിക്കുമ്പോൾ അമ്മയുടെ കൈകളിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ഫലമേൽപ്പിക്കുന്നുണ്ട്. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ആ ഒരു മാതൃസ്നേഹം അനുഭവിച്ചോ, ആ ഒരു ജീവിതത്തിൽ അത്രത്തോളം ചേർത്തെടുപ്പ് അനുഭവിച്ചോ, അതുപോലെ നമ്മളും ദൈവസ്നേഹം അനുഭവിക്കാൻ ക്ഷണിക്കുന്നുണ്ട് തമ്പുരാൻ. സ്നേഹമുള്ളവരെ, ഒരു ദിവസം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് എത്രത്തോളം പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടു എന്നതാണ്. കാരണം കറയിറ്റവലായത്തിൻ്റെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കും ഒരു വെല്ലുവിളി തരുന്നുണ്ട്. ആ ഒരു ജീവിതം പോലെ അതിൻ്റെ മനോഹാരിതയിൽ എത്രത്തോളം ക്രിസ്തുവിനെ ഒരു ഉയർച്ചയും താഴ്ചയും ഇല്ലാതെ സ്നേഹിക്കാൻ നിനക്കും എനിക്കും പറ്റുന്നുണ്ടോ? കാരണം ആ ഒരു സ്നേഹത്തിൽ പലപ്പോഴും നമ്മൾ കുറവ് കാണിക്കാറുണ്ട്. ഒരുപക്ഷെ അത് വെല്ലുവിളിക്കപ്പെടുമ്പോൾ പലപ്പോഴും ഈ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകാറുണ്ട്. സ്നേഹമുള്ളവരെ,
ഈശോയുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും. കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും യുവജനങ്ങളെ ഒന്നിച്ചു ചേർത്തിരുന്നൊരു സംഘടനയായിരുന്നു CLC, ക്രിസ്ത്യൻ ലൈഫ് സൊഡാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സംഘടന ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഉദ്ദേശം പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് എന്ന് ആപ്തമാക്കുകയായിരുന്നു. കാരണം ആ ഒരു ജീവിതത്തിൽ പലപ്പോഴും ജീവിത മാതൃകകൾ സ്വീകരിക്കാൻ പറ്റാതെ പോകുമ്പോൾ തൻ്റെ ജീവിതം തന്നെ പലപ്പോഴും വെറുതെയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പലപ്പോഴും ഉന്മേഷവും ഉത്തേജവും കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഓരോ നിമിഷം പരിചയപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലും തിരിച്ചറിയേണ്ടത് പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് നടക്കുവാൻ, ആ ഒരു പാതയിലേക്ക് എനിക്ക് ഓരോരുത്തർക്കും സഞ്ചരിക്കുവാൻ അവിടുത്തെ കൃപ എനിക്ക് ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ജീവിതത്തിൽ പലപ്പോഴും താഴ്ചകളും ഉയർച്ചകളും സംഭവിക്കുമ്പോഴും വേദനകളും പരിഭവങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് ആവർത്തിക്കുമ്പോഴും എപ്പോഴും തിരിച്ചറിയേണ്ടത് ഈ അമ്മയെപ്പോലെ ഞാനും എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കുറച്ചുകൂടി പ്രധാനത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. ഈ ദിവസങ്ങളിൽ വായിച്ചു കേൾക്കുന്ന ഓരോ ഭാഗവും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവായിരിക്കണം നിന്റെ ജീവിതത്തിൽ പ്രഥമമായ ലക്ഷ്യം. കാരണം പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിലൂടെ പലപ്പോഴും നമ്മളോട് പറയുന്നത് എൻ്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അത്രത്തോളം ആ ഒരു വിലയെ അറിഞ്ഞതുകൊണ്ട് തൻ്റെ പ്രേക്ഷിത യാത്രയിൽ അത്രത്തോളം ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പൗലോസ്ലീഹ ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്തായിരിക്കണം? അത് ക്രിസ്തു തന്നെയായിരിക്കണം. ഓരോ നിമിഷവും ഒരു കരുണയോടുകൂടി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോഴും ഈ സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുമ്പോഴും മറക്കാതെ ഇപ്പോഴും ഹൃദയത്തിൽ കോറിയിടേണ്ടതും അത് തന്നെയാണ്. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. കാരണം ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എത്രത്തോളം തളർച്ച ആ ഒരു യുവതിക്ക് ഉണ്ടായി എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഒഴിവ് കഴിവുകൾ പറയുന്നത് ഈ തളർച്ചയൊക്കെ കൊണ്ടിട്ടാണ്. ഒന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴോ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് അവൻ്റെ കൂടെ ആയിരിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മാറാറുണ്ട്. അവിടെയാണ് തൻ്റെ ശരീരം പോലും നോക്കാതെ, തളർച്ച പോലും വകവയ്ക്കാതെ പരിശുദ്ധ അമ്മ ഒരു കരുണയുടെ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിലും ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നതോടൊപ്പം നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ കൂട്ടുകാരികളെയും എല്ലാവരെയും ഈ സ്നേഹത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. സ്നേഹമുള്ളവരെ, ഈ ഒരു സ്നേഹം തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ എത്രത്തോളം തൻ്റെ ജീവിതത്തിൽ ആ ഒരു ദൈവകുമാരനെ തൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയാക്കി എന്നുള്ള കാര്യം കൂടി നമുക്ക് തിരിച്ചറിയാം. ഓരോ നിമിഷവും ആ സ്നേഹപ്രയാണത്തിൽ തൻ്റെ ജീവിതം മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും സഹനങ്ങൾ പിന്തുടർന്നപ്പോഴും വേദനകൾ പിന്തുടർന്നപ്പോഴും ഒരിക്കൽ പോലും ഈ സ്നേഹത്തിൽ നിന്ന് പുറകാതെ പോയി ഈശോയുടെ കൂടെ എന്നും പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് താഴ്ന്ന സ്വരത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യനാഥനാശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയെ ഈശോയെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും